ആദ്യം ഒരു നില കെട്ടിയിരുന്നു. അപ്പോൾ അവർ വീണ്ടും മുകളിൽ ഒരു നിലയും കൂടെ കെട്ടി. അപ്പോൾ ആ മുകളിലത്തെ നിലയുടെ ഹോം ടൂർ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളുണ്ട് ഗൈസ് ഇതിലൂടെ എനിക്ക് പറയാനായിട്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും ലൈഫിൽ സക്സസ് ആകുമെന്ന് പറയുന്ന ഒരു തെളിവാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലോട്ട് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും എന്തായാലും മിസ് ചെയ്യരുത് ഈ വീഡിയോ ഫുള്ള് കാണണം ഗൈസ്. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഭവനം, സ്വപ്നഭവനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആയുസിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഗൈസ് ഈ ഒരു വീട്. ഇത് ഇവിടുത്തെ സിറ്റ് ഔട്ട് ആണ്, ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട് ആണ്. സോപാനമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒത്തിരിയേറെ ചെടികൾ അച്ഛൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് ചെടികൾ വളർത്തുന്നതും മരങ്ങൾ സൂക്ഷിക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ ഇൻട്രോ കാണിക്കുമ്പോഴും ആ മരങ്ങൾ അതേപോലെ നിൽക്കുന്നു. അപ്പൊ വീടിന്റെ ഭംഗി മറഞ്ഞു പോകും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ ഒരേ നിർബന്ധമായിരുന്നു, ആ മരങ്ങൾ മാവ് മുറിക്കാൻ സമ്മതിക്കില്ല, തെങ്ങ് മുറിക്കാൻ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അത് അതേപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, പൂക്കൾ കൊണ്ടും തെറ്റികൾ കൊണ്ടും അത് വീടിനെ എങ്ങനെയൊക്കെ മനോഹരമാക്കാമോ അത്രയെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. തിരുക്കുടുംബത്തെ പറ്റി അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അച്ഛന്റെ ഭവനത്തിലും അതേ തിരുക്കുടുംബത്തെ അച്ഛൻ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫ്രണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാനായിട്ട് ഒരു ഊഞ്ഞാലും ഇവിടെ വെച്ചിട്ടുണ്ട്. താഴത്തെ നിലയാണ് ഞാൻ നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് താഴത്തെ നിലയിലെ വരാന്ത. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും അച്ഛൻ ഒരുപോലെ വെച്ചിട്ടുള്ളതാണ് ഈ കൃഷ്ണന്റെ പ്രതിമ കേട്ടോ. ഇനി ഈ വീട്ടിലെ മുറികളൊന്നാവാം. അതായത് താഴെ ഇതിന്റെ അകത്തോട്ട് 2 മുറികളുണ്ട്, അങ്ങറ്റത്തോട്ട് വേറെ മറ്റൊരു മുറിയുമുണ്ട് ഗൈസ്. പഴയ നിലയായോണ്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ദാ ഇവിടെ ഇന്റീരിയർ പോലെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷനും അച്ഛൻ ചെയ്തിട്ടുണ്ട്. മഹാഭാരതവും അച്ഛൻ വിട്ട് കളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെ തുടങ്ങിയാണ് ഗൈസ് നമ്മുടെ ഹോം ടൂർ. ഈ നിലവിളക്ക് ഇത് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഐശ്വര്യമായി ഈ വീട്ടിന്റെ ഹോം ടൂർ കാണിക്കാമെന്ന് ഞാൻ കരുതുന്നു. വീടിന്റെ അകത്തു നിന്നും ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. സൈഡിൽ കുറെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ഗൈസ്. പിന്നെ ഇതാ ഇവിടെ പ്ലാസ്റ്റിക്കിലെ ഒരു ചെടിച്ചട്ടിയിലെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്. ഈ പിക്ചറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അച്ഛൻ സൈക്കിൾ ഓട്ടിക്കുന്നു, ഞാനും എൻ്റെ അനിയനും ബാക്കിൽ ഫ്രണ്ടിലോട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെയാണ് ആദ്യമേ ജീവിതം തുടങ്ങിയത്. ഇപ്പോഴാണ് അച്ഛൻ അപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഗൈസ്, എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ എത്തിയെന്ന്. ഇത് മറ്റാരും വരച്ചതല്ല, ഞാൻ തന്നെ വരച്ചതാണ് ഗൈസ്. കമോൺ ഗൈസ്, നമുക്കൊന്ന് മുകളിലോട്ട് പോവാം. ഈ സ്റ്റെപ്പ് വഴി നോക്കുമ്പോഴത്തേക്കും മുകളിൽ ഒരു ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് വഴി നേരെ ചെന്ന് കയറുന്നത് ഒരു വരാന്തയിലോട്ടാണ്. അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ദിവോങ്കോട്ട പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് സ്യൂട്ട്സ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, മനോഹരമായിരുന്നു അത് കാണാനായിട്ട്. ഇവിടെയും പ്ലാസ്റ്റിക്കിലെ ചെടികൾ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് മുകളിൽ ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ലൈറ്റ് സെറ്റിംഗ്സ് ആണ് കേട്ടോ. അനിയെന്താ ലൈറ്റ് ഒക്കെ മാറ്റി മാറ്റി കാണിച്ചിരുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ വരാന്തയിലോട്ടാണ്. ഈ വരാന്തയിൽ ഇങ്ങനെ സെറ്റിയും അതുപോലെ തന്നെ ഒരു ഊഞ്ഞാലും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാം ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരണേ. ഊഞ്ഞാലിന് പുറമെ മുകളിലത്തെ ലൈറ്റ് സെറ്റിംഗ്സും അവർ അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാൻ ആറ്റംബർഗിന്റെ ഫാനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അവർ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡൈനിങ് സെറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഒരു വാഷ് ബേസും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഇനി കാണിക്കുന്ന ഈ ഒരു മാനില്ലേ, ഇത് അനിയൻ മൈസൂർ പോയപ്പോ വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ ഇതേ കണക്ക് വഴിയിൽ വെച്ച് കണ്ടതാണ് ഈ മാന്. പക്ഷെ നമ്മുടെ വീട്ടിലെ ഇന്റീരിയറിന് ഇത് സ്യൂട്ട് ആവുമെന്ന് കരുതി അദ്ദേഹം എടുത്തതാണ്. ഓൾസോ ഇതാണ് ഇവിടത്തെ കിച്ചൺ. അപ്പോൾ അത്യാവശ്യം വെള്ളം ചൂടാക്കാനും ചായ ഇടാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കിച്ചണും അവർ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ, അതായത് മുകളിലത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം. അനിയന്റെ മുറിയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇവിടെയും അവർ നല്ല രീതിയിൽ കട്ടിലും അതുപോലെ തന്നെ കർട്ടൻസും ലൈറ്റ് സെറ്റിംഗ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വരണേ ഗൈസ്. ഇവിടെയും ആക്ടംബർഗിന്റെ ഫാൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലൈറ്റ് സെറ്റിംഗ്സും ഗംഭീരമായിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ ഈ മുറിയുടെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ഡ്രസ്സിംഗ് റൂം ഏരിയ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ ഒരു മുറിയുടെ മറ്റൊരു ഏരിയ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഏരിയ. ഓക്കെ, അപ്പൊ ഇവിടെ അലമാരയും അതുപോലെ തന്നെ കർട്ടൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ബാത്റൂമിലോട്ട് പോകാൻ പറ്റുന്നത്. ഇനി അടുത്ത ബാത്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇവിടത്തെ ബാത്റൂം. നല്ലൊരു വാഷ് ബേസും അതുകൊണ്ട് തന്നെ ലൈറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മിററും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഷവർ പൈപ്പുകൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽസ് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് ഇവരിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജെറ കമ്പനിയുടെ ക്ലോസറ്റും ഇവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൈഡിൽ ഭാവിയിൽ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നാൽ അത് ഘടിപ്പിക്കാനും പ്ലേസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് റൂം ഗൈസ്. അതായത് ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ഇവിടെ ആക്ടംബർഗിന്റെ ഫാനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ കട്ടിലും അതുപോലെ തന്നെ സെറ്റിയും ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വരണേ. ഇതിനകത്തും ബാത്റൂം ഉണ്ട്. അപ്പൊ ആ ബാത്റൂം ഏകദേശം ഇതേപോലെ തന്നെയാണ്. ലൈറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ് ബേസും മിററും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററും 2 ടോയ്ലറ്റ് ക്ലോസറ്റ്സുകളാണ് ഗൈസ് ഇവിടെ ഈ ഒരു റൂമിലത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടത്തെ സിറ്റ് ഔട്ട്. മുകളിൽ ലൈറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇന്റീരിയർ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു കോർണറിലായിരിക്കും അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ആ വീടിന്റെ മുകളിലത്തെ വ്യൂ ഇങ്ങനെയായിരിക്കും ഗൈസ്. ഫുൾ വ്യൂ ഞാൻ പിന്നീട് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാമേ. ഇതാണ് ഇവിടത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിറ്റ് ഔട്ട്. ബാക്കിയുള്ള ടൈൽസിനെയും കാട്ടി കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള ഒരു ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം മഴവെള്ളം എന്തെങ്കിലും വീണാൽ തന്നെ ചെറിയ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് യൂസ് ചെയ്തത്. ഇങ്ങനെയാണ് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഗൈസ്. അന്ന് വൈകുന്നേരം തന്നെയായിരുന്നു ഈ വീട്ടിലെ പാലുകാച്ചിന്റെ പാർട്ടിയും കേട്ടോ ഗൈസ്. അപ്പോ വിളക്കെല്ലാം കൊളുത്തി സന്തോഷമായിട്ട് ഈ ഒരു പാലുകാച്ചിൻ എല്ലാവരും പങ്കെടുത്തു ഗൈസ്. ഇതാണ് എന്റെ അച്ഛൻ ഗൈസ്. ഒരു ആയുസിന്റെ സാക്ഷാത്കാരം അച്ഛൻ ഇവിടെ പൂർത്തിയാക്കുന്നു ഗൈസ്. അടുത്തതായി ഈ വീട് നിർമ്മിച്ച മേസ്രിയാണ് അടുത്ത ഒരു ദീപം ഇവിടെ കൊളുത്തുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് എന്റെ അമ്മ. അമ്മയും അച്ഛന്റെ ഈ ഒരു വിജയത്തിൽ ഒരുപാട് പങ്കു ചേർന്നിട്ടുണ്ട്. അടുത്തതായി എത്തുന്നു നമ്മുടെ കഥാനായകൻ ഗൈസ്. അപ്പോ ചേട്ടനും ഒരു തിരി കൊളുത്തിയിട്ടുണ്ടേ. കൂട്ടത്തിൽ ഞാനും ഒരു തിരി കൊളുത്തി ഗൈസ്. ഇതാണ് എന്റെ അനിയൻ.
അച്ഛന്റെ കൂടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനും ഈ വീട് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ അവനും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അപ്പച്ചിയാണ്. അപ്പച്ചിയും അങ്ങനെ ഒരു തിരി കൊളുത്തി ഗൈസ്. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അന്നത്തെ ആ ദിവസം ഞങ്ങളിലേക്ക് കടന്നുപോയി. ഒരുപാട് പേരെ ഇതില് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മളിവിടെ നമ്മുടെ പരിപാടികളെല്ലാം ആരംഭിച്ചു കേട്ടോ ഗൈസ്. അപ്പോ എല്ലാവർക്കും ഈ ഒരു ഹോം ടൂർ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ആരും പൊക്കളല്ലേ, പരിപാടി തീർന്നില്ല കേട്ടോ. ദീപാവലി ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ദീപാവലി ആഘോഷവും ഞങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ചു. അതെ, ഇതാണ് ആ ഡ്രീം ഹോം എന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷവും പരിശ്രമവും കഷ്ടപ്പാടും എല്ലാം കൂടെ ചേർന്ന് എൻ്റെ അച്ഛൻ നിറവേറ്റിയ സ്വപ്ന ഭവനം. ഇതിനെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. നമുക്ക് ഈ ദീപാവലി ആഘോഷത്തിലും പങ്കുചേർന്നിട്ട് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ പങ്കാളികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എന്തായാലും താങ്ക്സ് പറയുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ വീഡിയോകളും കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.